അപ്പൊ മക്കളെ നമ്മളെ +2 റിസൾട്ട് ഒക്കെ വന്നു. നമ്മള് പ്രതീക്ഷിച്ച പോലെയല്ല. നമ്മള് റിസൾട്ട് കുറച്ചും കൂടെ ഒന്ന് വിജയ ശതമാനമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഐ മീൻ അതെ, സബ്ജക്റ്റുകൾ കുറച്ചുകൂടെ വാല്യൂഷൻ ലിബറൽ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 1% നമുക്ക് കുറവാണ് ഈ വർഷം. പക്ഷെ അവിടെ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാനാണെങ്കിൽ ഈ എഴുതിയ കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കുറവായിരുന്നു എന്നുള്ളതും കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, വാല്യൂഷൻ അത്രത്തോളം ലിബറൽ ആയിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. പക്ഷെ എന്നാലും സാർ ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടല്ല. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ ആ മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ. ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. പാസ്സായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ ഒരാളും വിഷമിക്കരുത്. കാരണം മാർക്കല്ല, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് പേപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അല്ല നിങ്ങളുടെ ഒന്നും ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾ ലൈഫിൽ ഇടുന്ന എഫേർട്സ് മാത്രമാണ് കേട്ടോ. അപ്പൊ മാർക്ക് കുറഞ്ഞു പറഞ്ഞ് ആരും വിഷമിക്കല്ല ചെയ്യേണ്ട. ഇനി അങ്ങോട്ട് ഗംഭീരമായിട്ട് എഫേർട്ട് ഇട്ട് മുന്നേറി വരുന്നതിലാണ് കാര്യം. അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവുക, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുക. പിന്നെ എന്താണ്, എക്സാം കാര്യങ്ങളൊക്കെ ഒരുപാട് ഇനിയും വരാനുണ്ട്. അതിനൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സബ്ജക്ട്സിൽ തന്നെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റട്ടെ എന്നും കൂടെ വിഷ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ബൈ.